ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈലാസ് ക്രിയേറ്റീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഞണ്ട് കറിയാണ്. ചെറിയ ഞണ്ടാണ്, ഇത് 1 കിലോ ഉണ്ട്. ഞണ്ട് ചെറുതായതുകൊണ്ട് തന്നെ ഇത് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ 1 മുറി തേങ്ങ തിരുവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഞാനിവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു 4-5 പച്ചമുളക്. ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് പിഴിപുളിയാണ്, ഞാനിതിൽ കുടംപുളിയല്ല ഉപയോഗിക്കുന്നത്. ഇനി ഒരു പാൻ എടുത്ത് അടപ്പത്ത് വെച്ച് നമുക്ക് ഈ പൊടി ഐറ്റംസൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഓവറായിട്ട് കരിഞ്ഞു പോകരുത്, ചെറുതായി ഒന്ന് ചൂടാക്കി ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പം ഞാനിത് ചൂടാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയമായപ്പോൾ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ടത് മൊരിഞ്ഞു പോയിട്ടില്ല. ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലിട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഈ അരപ്പ് തയ്യാറാക്കുന്നത്, ഞണ്ട് ആദ്യം ക്ലീൻ ചെയ്ത് വെച്ചാൽ ഞണ്ടിൻ്റെ ആ വെള്ളമൊക്കെ ഊറിപ്പോയി അതിൻ്റെ മാംസമൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അരപ്പ് തയ്യാറാക്കിയിട്ട് ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് ഞാൻ തേങ്ങ ഉള്ളിയിട്ട് അരപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പം ഞാൻ നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഞണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞണ്ട് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ അളവിൽ ഉപ്പ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സ്റ്റൗ കത്തിച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മൂടി വെച്ച് അടച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനത് ഒന്ന് മൂടി വെക്കുകയാണ്. അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഞാനൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് ഇതൊരു മീഡിയം ഫ്ലെയിമിലൊന്ന് തിളച്ച് വരണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അതിനാണ് ഞാൻ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഒരു 5 മിനിറ്റും കൂടി ഇത് ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. കറി ഏകദേശം പാകമായിട്ടുണ്ട്. നല്ല കുരുമുളകിൻ്റെയും നല്ല ഒരു മണവും നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ നല്ല സ്വാദുള്ള ഞണ്ട് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.